നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമനാരിവരെ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ഇന്ന് ഞാനിവിടെ കൈകളിൽ കാണുന്ന ചുളിവുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ വലിഞ്ഞിങ്ങനെ കൈകൾ പൊട്ടുന്നൊരവസ്ഥ കൂടുതലും സ്ത്രീകളിലൊക്കെയാണ് കാണാനായിട്ട് പറ്റി. ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ കൈയിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ചുളിവ് പോലെ തോന്നും. അതുപോലെ വിന്റർ സീസണിലും അതെ, കൈകളും കാലുകളും അതുപോലെ തന്നെ ചുണ്ടുകളൊക്കെ വരണ്ട് പൊട്ടുന്നവരും കാണാനായിട്ട് പറ്റും. അവർക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, അധികം ചിലവില്ലാതെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ കൈകൾ ഇങ്ങനെ നന്നായിട്ട് പൊട്ടുന്നതാണ്, അതുപോലെ തന്നെ കാലുകളിൽ നന്നായിട്ട് ഒരു വിള്ളല് പോലെയൊക്കെ നന്നായിട്ടുണ്ട്, ഈവൻ ചുണ്ടുകളിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഈ പറയുന്ന ഭാഗങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത്. നമ്മളെല്ലാവരും ഈ കൈകളൊക്കെ നന്നായിട്ട് വലിയുന്ന സമയത്ത് മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യും. അപ്പൊ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു മാറ്റമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് വീണ്ടും വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും, അതായത് വീണ്ടും വീണ്ടും കൈ ഇങ്ങനെ വലിഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്ന രണ്ട് പ്രോസസ്സിൽ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടമാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും, തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ രണ്ട് പ്രോസസ്സാണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ രണ്ടാമത്തെയാണ് ക്രീം. ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്രീം. സ്ക്രബിങ് ചെയ്യാനായിട്ട് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. കാരണം നമ്മൾ മുന്നേ കുറെ കൈകളിലൊക്കെ കുറെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിന് നിങ്ങൾ നീക്കം ചെയ്യാതെ ക്രീം മാത്രം യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ റിസൾട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ക്രബിങ് ചെയ്യാൻ പറയുന്നത്. ആഴ്ചയിൽ 2-3 വട്ടം മാത്രം മതി. ഒരു 30 സെക്കൻഡിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ പാലിന്റെ പാടി എടുക്കുക. പാലിന്റെ പാടി ഉണ്ടെങ്കിൽ പാലിന്റെ പാടി എടുക്കുക, അല്ലെങ്കിൽ വിഷമിക്കേണ്ട, വെളിച്ചെണ്ണയായാലും മതി. പാലിന്റെ പാട കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട്, ഈവൻ പാലിന്റെ പാടയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പഞ്ചസാര വല്ലാതെ അങ്ങ് മെൽറ്റ് ചെയ്യിക്കണ്ട, കുറച്ച് തരിതരി നമുക്ക് വേണം. വെളിച്ചെണ്ണയാണെങ്കിൽ അധികം മെൽറ്റ് ആവില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളുടെ ഈ ഭാഗത്ത് നന്നായിട്ട് കുറച്ചൊന്ന് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചെറിയ നക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡിന്റെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോ നിങ്ങളുടെ ഈ ഡ്രൈനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുണ്ടിലും അതുപോലെ തന്നെ കാലുകളിലും ആണെങ്കിൽ ഈ ഒരു സെയിം പ്രോസസ്സ് നിങ്ങൾ അവിടെയും ചെയ്യുക. ചുണ്ടുകളിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ അധികം ഹാർഷായിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യരുത്, വളരെ ജെന്റിലായിട്ട് മാത്രം സ്ക്രബ് ചെയ്യാനും കൂടി നോക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ സ്ക്രബിങ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് ഈ കൈകളും അതുപോലെ തന്നെ കാലുകളാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയാം. ഇനി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് ക്രീം ഉണ്ടാക്കുന്നത്. അപ്പൊ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് 4 ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 4 ഇൻഗ്രീഡിയൻസിൽ ഒരെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കരുത്. ബാക്കിയുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ട് മോയ്സ്ചറൈസർ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ 1.5 ടീസ്പൂൺ നെയ്യ് എടുക്കുക. 1.5 ടീസ്പൂൺ നെയ്യ് എടുക്കുക. അതുപോലെ തന്നെ നെയ്യ് എന്ന് പറയുമ്പോൾ കൂടുതലും അതിലൊരു ഫാറ്റി ആസിഡ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആസിഡ്, ഫാറ്റി ആസിഡ്സിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലിൽ വൈറ്റമിൻ ഇ നന്നായിട്ടും അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് നോക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഗ്ലിസറിൻ. ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് മോയ്സ്ചറൈസർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഗ്ലിസറിനോട് യൂസ് ചെയ്യുന്നത്. അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആണ് 1 ടീസ്പൂൺ വാസ്ലിൻ. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് ഒരു ബൗളിൽ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് കിട്ടും. എഗെയിൻ ഞാൻ പറയാണ്, ഒരു ഇൻഗ്രീഡിയന്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. ബാക്കിയുള്ള 3 കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ നിങ്ങൾ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം. എഗെയിൻ ഞാൻ പറയാണ്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനും കൂടി നോക്കുക. പുറത്ത് നിങ്ങൾക്ക് വെക്കാം, ഒരു 2-3 ദിവസമൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മെല്ല് പോലെ അതിന് വരും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കാനായിരിക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എന്നും രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ എല്ലാം വാഷ് ചെയ്ത് ആഴ്ചയിൽ ഒരു 2-3 വട്ടം സ്ക്രബിങ് ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ നന്നായിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൽ നിന്നൊരു 2-3 തുള്ളി എടുത്തിട്ട് നമ്മുടെ കൈകളിൽ ഫുള്ള് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കിടക്കുക. ഇവൻ നിങ്ങൾക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാത്രിയാണല്ലോ എല്ലാവർക്കും സമയം കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെയിം കാര്യം തന്നെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്സിലും അപ്ലൈ ചെയ്യാം. ലിപ്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നന്നായിട്ട് ഉണ്ടാകുന്ന ഫ്ലേക്കിനെസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഈവൻ ഈ കാലുകളിൽ ഉണ്ടാകുന്ന വിള്ളൽ, ഇപ്പൊ കൂടുതലായിട്ട് വിള്ളൽ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അത് ഹീലായിട്ട് വരാനായിട്ട്. പക്ഷെ ഒരു ഡ്രൈനെസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും തീർച്ചയായും
തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഇനി ഇത് എത്ര നാള് യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഇതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല. ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ 2 പ്രോസസ്സ് ലൈഫ് ലോങ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പവുമില്ല. നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.